ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജി ബോർഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 കീമിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചുകളിലേക്ക് അഡ്മിഷൻ പോസിബിൾ ആവണമായിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം റാങ്ക് വേണമായിരുന്നു. ഒപ്പം തന്നെ അത് നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ കാറ്റഗറി വൈസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, എല്ലാ കാറ്റഗറിയുടെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. സോ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും CET ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ബേസിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 530 വരെയായിരുന്നു ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റ കിട്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിൽ വരെയാണ്. സോ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരെയുള്ള ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കേസ് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ 530 വരെയാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈഴവയുടെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 799 ആയിരുന്നു കഴിഞ്ഞ ആളത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ CET ട്രിവാൻഡ്രം. മുസ്ലിം 815, ലാറ്റിൻ കത്തലിക് 1209, ബാക്ക്വേർഡ് ഹിന്ദു 1005, ധീവര 2009, ഒപ്പം തന്നെ വിശ്വകർമ്മ 781. ഇതായിരുന്നു CETയിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അടുത്ത കോളേജ് ആയിട്ടുള്ള GEC തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 1004 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഈഴവ 1099, മുസ്ലിം 1107, ലാറ്റിൻ കത്തലിക് 2501, ബാക്ക്വേർഡ് ഹിന്ദു 1190, ധീവര 3512, വിശ്വകർമ്മ 1761. TKMിലേക്ക് നോക്കുകയാണെങ്കിൽ TKM കൊല്ലം 1567 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ. ഈഴവയിലേക്ക് നോക്കുകയാണെങ്കിൽ 1899, മുസ്ലിം 1732, ലാറ്റിൻ കത്തലിക് 3923, ബാക്ക്വേർഡ് ഹിന്ദു 2157, ധീവര 4925, വിശ്വകർമ്മ 1789. ഇനി മാക് കോതമംഗലം, മാരാത്തനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എടുത്തു നോക്കുകയാണെങ്കിൽ 1944 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈഴവയിൽ നോക്കുകയാണെങ്കിൽ 2298, മുസ്ലിമിലാണെങ്കിൽ 2037, ലാറ്റിൻ കത്തലിക് 3720, ബാക്ക്വേർഡ് ഹിന്ദു 2335, ധീവര 7057, വിശ്വകർമ്മ 2446. അടുത്തത് RIT കോട്ടയം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം എടുത്തു നോക്കുകയാണെങ്കിൽ 2445 ആയിരുന്നു ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റ്. ഈഴവ 3386, മുസ്ലിം 2677, ലാറ്റിൻ കത്തലിക് 3766, ബാക്ക്വേർഡ് ഹിന്ദു 2899, ഒപ്പം തന്നെ ധീവര 10256, വിശ്വകർമ്മ 3012. കുറച്ച് കോളേജും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ GEC കണ്ണൂർ എടുത്തു നോക്കുകയാണെങ്കിൽ 3019 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഈഴവയാകുമ്പോൾ 4265, 4188 ഫോർ മുസ്ലിം, 7209 ഫോർ ലാറ്റിൻ കത്തലിക്, 3975 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 11648 ഫോർ ധീവര ആൻഡ് 3933 ഫോർ വിശ്വകർമ്മ. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് എടുത്തു നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 3031 ആയിരുന്നു. ഈഴവ 3715, മുസ്ലിം 3718, ലാറ്റിൻ കത്തലിക് 7059, ബാക്ക്വേർഡ് ഹിന്ദു 3640, ധീവര 13344, ഒപ്പം തന്നെ വിശ്വകർമ്മ 3543. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി എടുത്തു നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈഴവയിൽ നോക്കുകയാണെങ്കിൽ 12218, മുസ്ലിം 6966, ലാറ്റിൻ കത്തലിക് 22760, ബാക്ക്വേർഡ് ഹിന്ദു 10662, ധീവര 30791, ഒപ്പം തന്നെ വിശ്വകർമ്മ 8873. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈഴവ 6432, മുസ്ലിം 5714, ലാറ്റിൻ കത്തലിക് 7839, ബാക്ക്വേർഡ് ഹിന്ദു 6196, ധീവര 11270, വിശ്വകർമ്മ 5838. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈഴവ 12287, മുസ്ലിം 6178, ലാറ്റിൻ കത്തലിക് 21274, ബാക്ക്വേർഡ് ഹിന്ദു 13488, ധീവര 17350, ആൻഡ് ഒപ്പം തന്നെ വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6769. സോ ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നമുക്ക് മൊത്തത്തിലൊരു ഏറ്റവും ടോപ്പ് കോളേജുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അടുത്തത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞുള്ള കോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കേസിൽ എടുത്തുകയാണെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ബ്രാഞ്ച്. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് 8853 ആൻഡ് ഇഴവയിൽ നോക്കുകയാണെങ്കിൽ 10929, മുസ്ലിം 9667, ലാറ്റിൻ കത്തലിക് 18860, ബാക്ക്വേർഡ് ഹിന്ദു 10420, ധീവര 28588, ഒപ്പം തന്നെ വിശ്വകർമ്മ 11595. ഇതായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാറത്തിനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ബേസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3898 ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ആൻഡ് ഈഴവയുടെ കേസിലാണെങ്കിൽ 5190, മുസ്ലിം 4215, ലാറ്റിൻ കത്തലിക് 4363, ബാക്ക്വേർഡ് ഹിന്ദു 4613, ധീവര 7940, വിശ്വകർമ്മ 4595. അടുത്തതായിട്ടുള്ള ട്രിപ്പിളി ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ബ്രാഞ്ചായിട്ടുള്ള ട്രിപ്പിളി CET ട്രിവാൻഡ്രം എടുത്തിട്ടുണ്ടെങ്കിൽ 1466 സ്റ്റേറ്റ് മെറിറ്റ്. ഇഴവ 2295, മുസ്ലിം 1758, ലാറ്റിൻ കത്തലിക് 5166, ബാക്ക്വേർഡ് ഹിന്ദു 2129, ധീവര 8667, വിശ്വകർമ്മ 2582. ഇത്തരത്തിലായിരുന്നു നമുക്ക് CETയിലെ ട്രിപ്പിളിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബേസിലുള്ള മിനിമം റാങ്ക് ക്രൈറ്റീരിയ. അടുത്തത് GEC തൃശ്ശൂർ എടുത്തിട്ടുണ്ടെങ്കിൽ 3136 സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ. ഇഴവ നോക്കുകയാണെങ്കിൽ 3673, മുസ്ലിം 3415, ലാറ്റിൻ കത്തലിക് 8074, ബാക്ക്വേർഡ് ഹിന്ദു BH 3588, ധീവര 9295, ഒപ്പം തന്നെ വിശ്വകർമ്മ 3713. TKM കൊല്ലം എടുത്തു നോക്കുകയാണെങ്കിൽ 4443, ഇഴവ 5083, മുസ്ലിം 4899, ലാറ്റിൻ കത്തലിക് 7473, ബാക്ക്വേർഡ് ഹിന്ദു 5409, ധീവര 11519, ഒപ്പം തന്നെ വിശ്വകർമ്മ 4479. ഇതായിരുന്നു TKMന്റെ കേസിൽ. ഇനി മാറാത്തിനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ബേസിൽ 6401 സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ബേസിൽ ട്രിപ്പിളി ലഭിക്കേണ്ടായിരുന്ന മിനിമം മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇഴവ നോക്കുകയാണെങ്കിൽ 7496, മുസ്ലിം ആണെങ്കിൽ 6952, ലാറ്റിൻ കത്തലിക് ആണെങ്കിൽ 11145, ബാക്ക്വേർഡ് ഹിന്ദു 8932, ധീവര 17880, ഒപ്പം തന്നെ വിശ്വകർമ്മ 8017. അടുത്ത കോളേജ് ആയിട്ടുള്ള ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 6628 ജനറൽ കാറ്റഗറിയിലെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 8610 ഫോർ ഇഴവ, 7486 ഫോർ മുസ്ലിം, 8809 ഫോർ ലാറ്റിൻ കത്തലിക്, 7074 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 31421 ഫോർ ധീവര, ഒപ്പം തന്നെ 8887 ഫോർ വിശ്വകർമ്മ. RIT കോട്ടയം എടുക്കുകയാണെങ്കിൽ 6980 ഫോർ സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ കാറ്റഗറി, 8440 ഫോർ ഇഴവ, 7343 ഫോർ മുസ്ലിം, 11464 ഫോർ ലാറ്റിൻ കത്തലിക്, 8419 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 20655 ഫോർ ധീവര, ഒപ്പം തന്നെ 9186 ഫോർ വിശ്വകർമ്മ. കുറച്ച് കോളേജുകളോട് നോക്കാം. ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ 7353 സ്റ്റേറ്റ് മെറിറ്റിൽ, 9674 ഫോർ ഇഴവ, 9868 ഫോർ മുസ്ലിം, 17369 ഫോർ ലാറ്റിൻ കത്തലിക്, 9824 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 29820 ഫോർ ധീവര, ഒപ്പം തന്നെ 10993 വിശ്വകർമ്മ. NSS പാലക്കാട് എടുക്കുകയാണെങ്കിൽ 7394 ജനറൽ കാറ്റഗറി, 9367 ഫോർ ഇഴവ, 9363 ഫോർ മുസ്ലിം, 16245 ലാറ്റിൻ കത്തലിക്, 9237 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 29814 ഫോർ ധീവര, ഒപ്പം തന്നെ 10400 ഫോർ വിശ്വകർമ്മ. ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി എടുക്കുകയാണെങ്കിൽ ഇഴവയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 20809, മുസ്ലിം അത് 13218, ലാറ്റിൻ കത്തലിക് 44215, ബാക്ക്വേർഡ് ഹിന്ദു 20964, ധീവര 33181, ഒപ്പം തന്നെ 29024 ഫോർ വിശ്വകർമ്മ. ആൻഡ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് നോക്കുകയാണെങ്കിൽ 11371 ഫോർ ഇഴവ, 11263 ഫോർ മുസ്ലിം, 20942, ലാറ്റിൻ കാത്തലിക് 10207, ബാക്ക്വേർഡ് ഹിന്ദു 31791, ധീവര 13136 വിശ്വകർമ്മ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് എടുക്കുകയാണെങ്കിൽ 20812 ഇഴവ, 13552 മുസ്ലിം, 50625, ലാറ്റിൻ കത്തലിക് 23171, ബാക്ക്വേർഡ് ഹിന്ദു
നമുക്ക് ധീവരയുടെ റാങ്ക് അവിടെ ലഭിച്ചിട്ടില്ല. ആൻഡ് വിശ്വകർമ്മയുടെ നോക്കുകയാണെങ്കിൽ 28,706. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET ട്രിവാൻഡ്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 761 സ്റ്റേറ്റ് മെറിറ്റിലെ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ ഈഴവ 1000, മുസ്ലിം 1072, LC 22,032, BH 925, DV ധീവര 3129, ഒപ്പം തന്നെ വിശ്വകർമ്മ 1451. ഇനി GC തൃശ്ശൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 1616, ഈഴവ 2060, മുസ്ലിം 1893, LC 5513, ബാക്ക്വേർഡ് ഇൻഡു BH 1984, ധീവര 6538, വിശ്വകർമ്മ 1872. TKM കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 2285, ഈഴവ 2616, മുസ്ലിം 2492, ലാറ്റിൻ കത്തലിക് 6070, ബാക്ക്വേർഡ് ഇൻഡു 2826, ധീവര 7895, ഒപ്പം തന്നെ വിശ്വകർമ്മ 2636. MSc കോതമംഗലം കോതമംഗലം എടുക്കുകയാണെങ്കിൽ 3456 സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഈഴവ 4104, മുസ്ലിം 3860, ലാറ്റിൻ കത്തലിക് 7680, ബാക്ക്വേർഡ് ഇൻഡു 4639, ഒപ്പം തന്നെ ധീവരയാണെങ്കിൽ 8588, വിശ്വകർമ്മ 3943. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം 3727 സ്റ്റേറ്റ് മെറിറ്റ്, 4608 ഈഴവ, 4434 മുസ്ലിം, 6226 ലാറ്റിൻ കത്തലിക്, ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ അത് 4299, 11642 ഫോർ ധീവര, ഒപ്പം തന്നെ 4819 ഫോർ വിശ്വകർമ്മ. RIT കോട്ടയം എടുക്കുകയാണെങ്കിൽ 4137 ഫോർ ജനറൽ കാറ്റഗറി, 4611 ഫോർ ഈഴവ, 4708 ഫോർ മുസ്ലിം, 6469 ഫോർ ലാറ്റിൻ കത്തലിക്, 5276 ഫോർ ബാക്ക്വേർഡ് ഹിന്ദു, 11479 ഫോർ ധീവര, ഒപ്പം തന്നെ 5282 ഫോർ വിശ്വകർമ്മ. ഇനി ബാക്കി കുറച്ച് കോളേജുകളോട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 4589, പിന്നെ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ 4983 ആൻഡ് ബാക്കി കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണെങ്കിൽ 5044 ജനറൽ കാറ്റഗറിയിൽ. ആൻഡ് കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഈഴവ, മുസ്ലിം, ഒപ്പം തന്നെ ലാറ്റിൻ കത്തലിക്, ബാക്ക്വേർഡ് ഹിന്ദു, ധീവര ആൻഡ് വിശ്വകർമ്മ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരുന്നു. ആൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ലിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. എന്നാൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈഴവ മുതൽ നിങ്ങൾക്ക് അവിടെ വിശ്വകർമ്മ വരെയുള്ളത് നിങ്ങൾക്ക് അവിടെ കാറ്റഗറി ലിസ്റ്റിലും കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ഈഴവ മുതൽ വിശ്വകർമ്മ വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ബ്രാഞ്ചിലേക്ക് പോവാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ CET ട്രിവാൻഡ്രം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സ്. സോ സ്റ്റേറ്റ് മെറിറ്റിൽ വേണ്ട റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2228, ഈഴവയാണെങ്കിൽ 2875, മുസ്ലിം 2528, ലാറ്റിൻ കത്തലിക് 3393, ബാക്ക്വേർഡ് ഹിന്ദു 3050, ധീവരയാണെങ്കിൽ 5658, ഒപ്പം തന്നെ വിശ്വകർമ്മ 4121. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് അടുത്തതായിട്ട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 11712 നിങ്ങൾക്ക് മിനിമം റാങ്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിൽ. ആൻഡ് ഈഴവ നോക്കുകയാണെങ്കിൽ 17646, മുസ്ലിം ആണെങ്കിൽ അത് 15742, ലാറ്റിൻ കത്തലിക് 49088, ബാക്ക്വേർഡ് ഹിന്ദു 21728, ധീവരയാണെങ്കിൽ അത് 33855 ആയിരുന്നു. ആൻഡ് വിശ്വകർമ്മ 15247. സോ ഇതാണ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന്റെ കേസിൽ എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത കോഴ്സ് നോക്കാം, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. CET ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ വന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1879 ആയിരുന്നു. ഈഴവ 3149, മുസ്ലിം 2757, ലാറ്റിൻ കത്തലിക് 5384, ബാക്ക്വേർഡ് ഹിന്ദു 2984, ധീവര 5601, വിശ്വകർമ്മ 7303. അടുത്തത് TKM കോളേജാണ്. TKM കൊല്ലം 3731 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. ആൻഡ് ഈഴവ 5826, മുസ്ലിം 4980, ലാറ്റിൻ കത്തലിക് 6423, ബാക്ക്വേർഡ് ഹിന്ദു 8353, ധീവര 17081, വിശ്വകർമ്മ 2708. സോ ഇത്തരത്തിലായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ CET ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3274 ആയിരുന്നു. ഈഴവ 4277, മുസ്ലിം 3712, ലാറ്റിൻ കത്തലിക് 6230, ബാക്ക്വേർഡ് ഹിന്ദു 3927, ധീവര 11251, വിശ്വകർമ്മ 4425.
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ GEC തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ 5425 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ജനറൽ കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈഴവ മുതൽ വിശ്വകർമ്മ വരെയുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി TKM കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ 8370 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈഴവ മുതൽ ഒപ്പം തന്നെ വിശ്വകർമ്മ വരെയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി വൈസ് ആയിട്ടുള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ 10,063 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ. കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ 10,842 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ബേസിൽ. കാറ്റഗറി ആയിട്ടുള്ള ഈഴവ മുതൽ വിശ്വകർമ്മ വരെയുള്ള കാറ്റഗറി ലിസ്റ്റ് എന്ത് ചെയ്യുന്നു ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് കോളേജിലൂടെ നമുക്ക് നോക്കാം. മാറാത്തനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലാണെങ്കിൽ 11,248 വരെ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് മാറാത്തനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. RIT കോട്ടയം എടുക്കുകയാണെങ്കിൽ 11,931 വരെ പോയിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ മെക്കിൽ. ആൻഡ് ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ 12,591 ആയിരുന്നു ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിസിൽ ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണെങ്കിൽ അത് 12,645 ആയിരുന്നു ഫോർ ജനറൽ കാറ്റഗറി. ആൻഡ് ബാക്കിയുള്ള കാറ്റഗറി വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈഴവ മുതൽ വിശ്വകർമ്മ വരെ കാറ്റഗറി വൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് നമുക്ക് ജനറൽ കാറ്റഗറി അവൈലബിൾ ആയിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി വൈസിൽ അതത് കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് എത്ര വരെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ നോക്കും മനസ്സിലാവുന്നതാണ്. അതായത് മൊത്തം ഈഴവയുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ കേസിൽ മൊത്തം ഈഴവ ലിസ്റ്റിൽ 23,090 വരെ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോസിബിൾ ആയിരുന്നു. സോ അതുപോലെ തന്നെയായിരുന്നു ഓരോ കാറ്റഗറി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ബ്രാഞ്ച് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് നോക്കാം. CT ട്രിവാൻഡ്രം 5,286 ആയിരുന്നു ജനറൽ കാറ്റഗറി. ഈഴവയാണെങ്കിൽ 6,362, മുസ്ലിം 6,348, ലാറ്റിൻ കത്തോലിക്ക 11,291, ബാക്ക്വേർഡ് ഹിന്ദു 8,047, ധീവര 13,106, വിശ്വകർമ്മ 6,909. ഇനി GEC തൃശ്ശൂർ എടുത്തിട്ടുണ്ടെങ്കിൽ 9,565 ആയിരുന്നു ജനറൽ കാറ്റഗറിയിൽ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഈഴവ മുതൽ വിശ്വകർമ്മ വരെ ഇവിടെ അവൈലബിൾ ആണ്. TKM കൊല്ലം എടുക്കുകയാണെങ്കിൽ 10,506 ആയിരുന്നു ജനറൽ കാറ്റഗറി ലാസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ. ബാട്ടൺ ഹിൽ ആണെങ്കിൽ 12,144 ആയിരുന്നു. ആൻഡ് NSS കോളേജ് പാലക്കാട് 13,148 ഫോർ ജനറൽ കാറ്റഗറി. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 13,207. ബാക്കി എല്ലാ കാറ്റഗറി വൈസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബാക്കി കോളേജുകളോട് നോക്കുകയാണെങ്കിൽ മേജർ കോളേജുകൾ നോക്കുകയാണെങ്കിൽ മാറാത്തനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലാണെങ്കിൽ 13,349 ആയിരുന്നു ജനറൽ കാറ്റഗറി. RIT കോട്ടയം 13,354. ആൻഡ് GEC കണ്ണൂർ 13,423. ഒപ്പം തന്നെ GEC പാലക്കാട് 13,425. സോ ഇതാണ് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരെയുള്ള മിനിമം റാങ്ക്സ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ബ്രാഞ്ച് ആയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT നമ്മൾ നോക്കുകയാണെങ്കിൽ ബാട്ടൺ ഹില്ലിൽ കഴിഞ്ഞ വർഷം 6,214 വരെ സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITയിൽ അഡ്മിഷൻ പോസിബിൾ ആവുമായിരുന്നു ഫോർ ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം. ആൻഡ് ഈഴവയുടെ കേസിലാണെങ്കിൽ 6,875, മുസ്ലിം 7,576, ലാറ്റിൻ കത്തോലിക്ക 10,514, ബാക്ക്വേർഡ് ഹിന്ദു 6,926, ധീവര 11,990, വിശ്വകർമ്മ 6,880. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് GEC ഇടുക്കിയാണെങ്കിൽ അത് 7,477 ആയിരുന്നു ഫോർ സ്റ്റേറ്റ് മെറിറ്റ്. ബാക്കി കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണെങ്കിൽ GEC പാലക്കാട് 9,469 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി ഈഴവ മുതൽ വിശ്വകർമ്മ വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത ബ്രാഞ്ച് ആയിട്ടുള്ള AI ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാറാത്തനിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്തിൻ്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ 5,498 വരെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മാറാത്തനിയസ് കോളേജിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ബേസിൽ അഡ്മിഷൻ പോസിബിൾ ആവുമായിരുന്നു AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിലേക്ക്. ബാക്കി കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈഴവ 8,185, മുസ്ലിം 6,183, ലാറ്റിൻ കത്തോലിക്ക 5,727, ബാക്ക്വേർഡ് ഹിന്ദു BH 8,010, ധീവര 20,216, വിശ്വകർമ്മ 7,730. അടുത്തൊരു ബ്രാഞ്ച് ആയിട്ടുള്ള സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് പ്രൊവൈഡഡ് ബൈ GEC തൃശ്ശൂർ 7,916 ആയിരുന്നു
ജനറൽ കാറ്റഗറിയിലെ ലാസ്റ്റ് റാങ്ക് ബേസ്ഡ് ഓൺ സെക്കൻഡ് അലോട്ട്മെന്റ് ഈഴവ 9777, മുസ്ലിം 10,041, ലാറ്റിൻ കത്തലിക് 18,609, ബാക്ക്വേർഡ് ഹിന്ദു 8,668, ധീവര 15,698, ഒപ്പം തന്നെ വിശ്വകർമ്മ 12,308. അടുത്ത ബ്രാഞ്ചായിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കി നോക്കാം. സോ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 7,224 സ്റ്റേറ്റ് മെറിറ്റിൽ. ഈഴവയാണെങ്കിൽ 9,209, മുസ്ലിം 8,376, ലാറ്റിൻ കത്തലിക് 16,296, ബാക്ക്വേർഡ് ഹിന്ദു 8,141, ധീവര 13,353, വിശ്വകർമ്മ 11,870. ഓക്കെ, ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വിശ്വകർമ്മയാണ്. ആൻഡ് അടുത്തായിട്ടുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണെങ്കിൽ 8,778 സ്റ്റേറ്റ് മെറിറ്റിൽ. ഈഴവയാണെങ്കിൽ 13,827, മുസ്ലിം 11,555, ലാറ്റിൻ കത്തലിക് 22,031, ബാക്ക്വേർഡ് ഹിന്ദു 13,545, ധീവര 18,230, ഒപ്പം തന്നെ വിശ്വകർമ്മ 15,458. TKM കൊല്ലം നോക്കുകയാണെങ്കിൽ 8,518 സ്റ്റേറ്റ് മെറിറ്റിൽ. ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് പോയിട്ടുണ്ട് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈഴവ 9,867, മുസ്ലിം 9,073, ലാറ്റിൻ കത്തലിക് 17,336, ബാക്ക്വേർഡ് ഹിന്ദു 9,362, ധീവര 9,471, ഒപ്പം തന്നെ വിശ്വകർമ്മ 12,092. സോ ഇതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചുകളിലേക്ക് കഴിഞ്ഞ വർഷത്തെ കീമിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന മിനിമം റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.